കാസർഗോഡ് UDF ഭരിക്കുന്ന ഹോസ്ദുർഗ് സർവീസ് സഹകരണ ബാങ്ക് ഭരണ സമിതിക്കെതിരെ അഴിമതി ആരോപണവുമായി കോൺഗ്രസ് പ്രവർത്തകർ. സേവ് ഹോസ്ദുർഗ് സർവീസ് സഹകരണ ബാങ്ക് ഫോറത്തിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് തലമുണ്ടനം ചെയ്ത പ്രതിഷേധം. പ്രവാസി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പത്മരാജൻ എങ്ങോത്താണ് UDF ഭരിക്കുന്ന ഹോസ്ദുർഗ് സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതിയുടെ അഴിമതിയിൽ പ്രതിഷേധിച്ച് തലമുണ്ടനം ചെയ്തത്. സഹകരണ വകുപ്പ് അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസിനു മുന്നിലായിരുന്നു പ്രതിഷേധം. 2021 യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് ബാങ്ക് പരിധിക്ക് പുറത്തുള്ള ഒരു സ്ത്രീയെ തെറ്റിദ്ധരിപ്പിച്ച് അവരുടെ വസ്തുവിന് ഉയർന്ന മൂല്യം കാണിച്ച് 40 ലക്ഷം രൂപ വായ്പയെടുത്ത് കബളിപ്പിച്ചു. സ്വകാര്യ ബാങ്കിൽ നിക്ഷേപിച്ച 25 ലക്ഷം നഷ്ടമായ സംഭവത്തിൽ നഷ്ടപ്പെട്ട പണം തിരിച്ചുപിടിക്കുകയോ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുകയോ ചെയ്തില്ല. മരാമത്ത് പണികളുടെ പേരിലും കരാറുകാരുമായി ചേർന്ന് തട്ടിപ്പ് നടത്തി. കടലാസ് സംഘടനകൾക്ക് പരസ്യമെന്ന പേരിലും പണം മാനദണ്ഡങ്ങൾ പാലിക്കാതെ നൽകി. ബാങ്കിൻ്റെ പരിധിക്ക് പുറത്ത് 38 ലക്ഷം മതിപ്പ് വിലയുള്ള വസ്തുവിന് 1.18 കോടി മൂല്യം കാണിച്ച് 70 ലക്ഷം വായ്പ നൽകി. കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹി 2014 എടുത്ത വായ്പ ഇതുവരെ തിരിച്ചടച്ചില്ല. ആംബുലൻസ് വാങ്ങിയതിലും ഗുരുതരമായ ക്രമക്കേട് നടന്നു തുടങ്ങിയ ആരോപണങ്ങളാണ് സേവ് ബാങ്ക് ഫോറം ഉന്നയിക്കുന്നത്. ഈ 5 വർഷത്തിനിടെ പല ക്രമവിരുദ്ധമായ കാര്യങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നടപടികൾ ഞാൻ സ്വീകരിക്കുകയും ബന്ധപ്പെട്ടവരോട് ഈ കാര്യം നേരിട്ടും രേഖാമൂലവും അറിയിക്കുകയും ചെയ്തു. ആദ്യം എൻ്റെ പാർട്ടി നേതൃത്വത്തിനാണ് ഞാൻ ഈ കാര്യം സൂചിപ്പിച്ചത്. പക്ഷേ നാളിതുവരെ പാർട്ടി നേതൃത്വം ഈ കാര്യത്തിൽ ഇടപെടാനോ ഈ ക്രമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്ത ആൾക്കാരെ വീണ്ടും ഇതേ ബാങ്കിൻ്റെ സാന്നിധ്യം ഏൽപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടർന്നപ്പോഴാണ് പൊതുപ്രവർത്തകർക്ക് ഏറ്റവും ആദ്യം വേണ്ടത് സാമ്പത്തിക അച്ചടക്കമാണെന്നുള്ള ആ കാര്യത്തിൽ വെള്ളം ചേർത്തപ്പോഴാണ് ഞാൻ ഈ പ്രതിഷേധവുമായി ജനങ്ങളിൽ മുന്നിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചത്. ഈ 24 നടക്കുന്ന ബാങ്ക് തെരഞ്ഞെടുപ്പിൽ UDF പാനലിനെതിരെ വിമത പാനൽ മത്സര രംഗത്തുണ്ട്. കൈരളി ന്യൂസ്, കാസർഗോഡ്.